മൂന്നാർ ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ വീണ്ടും കാട്ടുകൊമ്പൻ പടയപ്പയുടെ സാന്നിധ്യം. തൊഴിലാളി ലയങ്ങൾക്ക് സമീപം നിലയുറപ്പിച്ച കാട്ടാനയെ RRT സംഘം തുരത്തി. കാട്ടാനശല്യം രൂക്ഷമാകുന്നതിൽ കടുത്ത ആശങ്കയിലാണ് തോട്ടം തൊഴിലാളികൾ. വിവരങ്ങളുമായി സുബിൻ തോമസ് ഒപ്പം ചേരുന്നു. സുബിൻ, വീണ്ടും പടയപ്പ ഇറങ്ങുന്നു, തുരത്തുന്നു, എന്താണ്? തീർച്ചയായും അത്രയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനവാസ മേഖലയിലൂടെ തന്നെയാണ് ഈ കാട്ടുകൊമ്പൻ പടയപ്പ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സൈലന്റ് വാലി മേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത്. 1 മാസത്തോളം ഈ സൈലന്റ് വാലിയിലെ തോട്ടം മേഖലയിലൂടെ ആന ചുറ്റിത്തിരിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള അതിക്രമം ഈ മേഖലയിൽ ആന ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇവിടെ നിന്ന് RRT സംഘം തുരത്തിയ ആനയാണ് നിലവിലിപ്പോൾ ദേവികുളം ഫാക്ടറി ഡിവിഷനിൽ എത്തിയിട്ടുള്ളത്. 2 ദിവസമായി ഈ ജനവാസ മേഖലയിൽ ഈ ലയങ്ങൾക്ക് സമീപത്തായാണ് ആന നിലയുറപ്പിക്കുന്നത്. ഇവിടെ വ്യാപകമായി കൃഷിനാശവും ആന വരുത്തിയിട്ടുണ്ട്. ഈ ലയങ്ങൾക്ക് സമീപത്തുനിന്ന് മാറാതെ ആന തുടരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക അവിടെ ഉടലെടുത്തിട്ടുണ്ട്. അതായത് കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രായമായവരുൾപ്പെടെ ഉള്ള ആ ലയങ്ങളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാനയുടെ ആക്രമണമൊക്കെ ഉണ്ടായ സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ ലയങ്ങൾ ആന തകർക്കുമോ എന്നൊരു ആശങ്കയാണ് ഈ തോട്ടം തൊഴിലാളികൾക്കുള്ളത്. അതോടൊപ്പം തന്നെ തോട്ടം മേഖലയിലേക്ക് ഈ തോട്ടത്തിനുള്ളിലൂടെ ആന ചുറ്റിത്തിരിയുന്നത് കൊണ്ട് ഈ തോട്ടത്തിൽ പണിയെടുക്കാനും ആളുകൾക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. RRT സംഘം ഈ ആനയെ ചോലവനത്തിലേക്ക് തുരത്തിയാലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഈ മൂന്നാർ ഫാക്ടറി ഡിവിഷനിൽ നിലവിൽ ഈ പടയപ്പ മൂലം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വരുന്ന ദിവസങ്ങളിൽ ഈ ആന തൊട്ടടുത്ത് ദേശീയപാതയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനയാത്രികർ ഉൾപ്പെടെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.